ആദ്യം പറഞ്ഞതുപോലെ പാലക്കാട് മുണ്ടൂരിലേക്ക് പോകണം. അവിടെ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഉള്ളത്. അവിടെ ജനങ്ങളൊക്കെ വലിയ പ്രതിഷേധത്തിലാണ്. CPM ആഹ്വാനം ചെയ്ത ഹർത്താൽ ആരംഭിച്ചു. DFO ഓഫീസിലേക്ക് BJPയുടെ പ്രതിഷേധ മാർച്ചും നടത്തും എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. കയറംകോട് സ്വദേശി അലനാണ് ഇന്നലെ കൊല്ലപ്പെട്ടത്. ഒപ്പമുണ്ടായിരുന്ന അമ്മയ്ക്കും ഗുരുതരമായി പരിക്കേറ്റു എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇരുവരും ഇന്നലെ വൈകിട്ട് വീട്ടിലേക്ക് പോകുന്നതിനിടെയായിരുന്നു ആനയുടെ ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ്. വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഐഷത്തുൽ ഷംന ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഷംന, ഈ പാലക്കാട് മുണ്ടൂര് ഈ മേഖല വനത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു മേഖലയാണ്. ശരിക്കും എന്താണ് സംഭവിച്ചത്? ഇവർ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മറ്റു വിവരങ്ങൾ എന്താണ്? രഞ്ജിത്ത്, ഇന്നലെ രാത്രി 7:30 കൂടിയാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. മുണ്ടൂർ കണ്ണാടൻ ചോലയ്ക്ക് സമീപത്ത് വെച്ചായിരുന്നു ഈ കാട്ടാന ആക്രമണം. ഇതൊരു ജനവാസ മേഖലയാണ്, വനത്തോട് ചേർന്ന ഒരു ജനവാസ മേഖലയാണ്. ഒപ്പം തന്നെ കൃഷി മേഖല കൂടിയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി ഇവിടെ കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ വനം വകുപ്പിന് പരാതി നൽകിയിരുന്നു. പക്ഷേ വനം വകുപ്പ് അത് കാര്യമായി ഗൗനിച്ചില്ലെന്നും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയില്ലെന്നും ഒക്കെ ഇപ്പോൾ ആരോപണം ഉയർന്നുണ്ട്. എന്തായാലും ഇന്നലെ ഈ അമ്മയും അലനും അമ്മ വിജിയും കൂടി കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി തിരിച്ചു വരുന്ന വഴിയാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. ഈ ആക്രമണത്തിൽ അമ്മ വിജിക്ക് ആനയുടെ ചവിട്ടേറ്റ് പരിക്കു പറ്റിയിരുന്നു, ഗുരുതരമായ പരിക്കു പറ്റിയിരുന്നു. ആദ്യഘട്ടത്തിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്കായിരുന്നു ഇവരെ കൊണ്ടുപോയിരുന്നത്. പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പോൾ ഇവരെ മാറ്റിയിട്ടുണ്ട്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് CPM ഹർത്താൽ നടത്തും ഉച്ചവരെ. ഒപ്പം തന്നെ രാവിലെ 10 മണിയോടുകൂടി DFO ഓഫീസിലേക്ക് BJPയുടെ മാർച്ചുമുണ്ട്. ഈ പ്രദേശവാസികൾ അടക്കം ആരോപിക്കുന്നത് നേരത്തെ തന്നെ ഈ കാട്ടാന ആക്രമണവും മറ്റുമൊക്കെ ഈ വന്യജീവി ആക്രമണവും ഒക്കെ രൂക്ഷമായ മേഖലയായിരുന്നു. ഇത്തരത്തിൽ നിരന്തരമായി കൃഷിയടക്കം നശിപ്പിക്കുന്ന ഒരു അവസ്ഥ വന്നിരുന്നു. ഇതൊക്കെ ചൂണ്ടിക്കാട്ടി പലതവണ പരാതി നൽകിയിട്ടും വനം വകുപ്പോ അധികൃതരോ വേണ്ടത്ര ഇത് കാര്യമായി എടുത്തില്ലെന്നും മുന്നറിയിപ്പ് നൽകിയില്ലെന്നുമാണ് ഇപ്പോൾ നാട്ടുകാരുടെ ആരോപണം. എന്തായാലും ഈ വർഷം ഇതുവരെ കാട്ടാന ആക്രമണത്തിൽ 12 പേരാണ് മരണപ്പെട്ടത്. ഇനി ഇത്തരത്തിലുള്ള ഒരു ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ എല്ലാവിധ നടപടിയും സ്വീകരിക്കണം, അടിയന്തരമായി തന്നെ നടപടി കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഒപ്പം തന്നെ MLAയും ഇക്കാര്യത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കാര്യം വനം മന്ത്രിയുടെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയെയും അറിയിക്കുമെന്നുകൂടി MLA അറിയിച്ചിട്ടുണ്ട്. രഞ്ജിത്ത്, അവിടെ വലിയ വ്യാപകമായ പ്രതിഷേധമുണ്ട് ഷംന. കാരണം CPMന്റെ ഹർത്താൽ അവിടെ പുരോഗമിക്കുകയാണ് എന്ന് മനസ്സിലാകുന്നു. BJPയുടെ പ്രതിഷേധമുണ്ട്. ഈ പഞ്ചായത്ത് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചില്ല. അതായത് സ്ഥിരമായി അവിടെ കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പരാതികൾ നിരവധിയായി ഈ നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ പഞ്ചായത്തോ അല്ലെങ്കിൽ വനം വകുപ്പോ വേണ്ട നടപടികൾ സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളതാണോ? ഇതിനു മുൻപും ഈ കാട്ടാന ഈ പ്രദേശത്ത് ആക്രമണകാരിയായിരുന്നോ? രഞ്ജിത്ത്, കഴിഞ്ഞ കുറെ നാളുകളായി കാട്ടാന സാന്നിധ്യം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഈ അക്രമം നടക്കുന്നതിന്റെ, അതായത് ഇന്നലെ ഈ അക്രമം ഉണ്ടാവുന്നതിന്റെ 2 ആഴ്ച മുൻപ് തന്നെ സ്ഥിരമായി ഈ കാട്ടാനയുടെ സാന്നിധ്യം മേഖലയിൽ ഉണ്ടായിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടി തന്നെ നാട്ടുകാർ പരാതി നൽകിയിരുന്നു. പക്ഷെ അത് വേണ്ടത്ര ഗൗനിച്ചില്ല. അതുപോലെ നാട്ടുകാർക്ക് ഈ ജാഗ്രതാ നിർദ്ദേശമോ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പും, ഒരു തരത്തിലുള്ള മുന്നറിയിപ്പും നൽകിയില്ല എന്നാണ് വലിയ രീതിയിലുള്ള ഒരു ആരോപണം ഉയരുന്നത്. ഇപ്പോൾ ഈ അലന്റെ മരണം സ്ഥിരീകരിച്ചതോടുകൂടി മേഖലയിൽ തുടരുക. പഞ്ചായത്ത് മെമ്പറിലേക്ക് വരാം. MP സജിത ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഷംന, തുടരാം. രഞ്ജിത്ത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മേഖലയിൽ കാട്ടാന സാന്നിധ്യം ഉണ്ടായിരുന്നു. പക്ഷെ വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകിയില്ല എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആരോപണം. ഇതിലാണ് ഇപ്പോൾ ഈ CPMന്റെയും അതുപോലെ BJPയുടെയും പ്രതിഷേധമുള്ളത്. ഉച്ചവരെയാണ് CPM ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ BJP ഇന്ന് 10 മണിയോടുകൂടിയാണ് DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. ഇക്കാര്യത്തിൽ എന്തായാലും ഒരു രാഷ്ട്രീയമോ മറ്റൊന്നും നോക്കാതെയാണ് പൂർണ്ണമായും ഒരു പ്രതിഷേധത്തിന് ഇറങ്ങുകയാണ് ജനങ്ങൾ. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി ഈ കാട്ടാന ആക്രമണവും മറ്റ് വന്യജീവി ആക്രമണവും ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിരുന്നു. അത് ജനങ്ങളുടെ ജീവനെ തന്നെ ഭീഷണിയാവുന്ന തരത്തിലുള്ള ഒരു കാര്യമായിട്ട് പോലും വേണ്ടത്ര നടപടി സ്വീകരിച്ചില്ല. അതാണിപ്പോൾ ഒരു 25-കാരന്റെ മരണത്തിലേക്ക് നയിച്ചത്, ഒരു ദാരുണമായ സംഭവത്തിലേക്ക് നയിച്ചത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രതിഷേധം. രഞ്ജിത്ത്, അതാണ് സാഹചര്യം.
ശ്രീമതി ശ്യാമളകുമാരി ഉണ്ട്, പഞ്ചായത്ത് മെമ്പറാണ് മുണ്ടൂർ പഞ്ചായത്തിൽ. ശ്രീമതി ശ്യാമളകുമാരി, ഈ കാട്ടാനയുടെ ശല്യം അവിടെ സ്ഥിരമായുള്ള ഒരു സ്ഥലമാണോ? ഈ ആന അവിടെ സാന്നിധ്യമായിരുന്നു നേരത്തെ തന്നെ? അതെ. എന്താണ് സംഭവിച്ചത് ശ്യാമളകുമാരി? അവര് വിരുന്ന് വൈകുന്നേരം കടയ്ക്ക് പോയിട്ട് പോവായിരുന്നു പറഞ്ഞത്. അപ്പോ അതിന്റെ അത്ര ഡീറ്റെയിൽ എനിക്കറിയില്ല. എല്ലാവരും പറഞ്ഞതാണ്. നമ്മുടെ വാർഡല്ല, 5ാം വാർഡാണ്. 5ാം വാർഡാണ്. പക്ഷെ എന്നാലും ഈ ആനയുടെ കുറിച്ച് പരാതി ഉണ്ടായിരുന്നല്ലേ നാട്ടുകാർ? ദിവസം പരാതി തന്നെയായിരുന്നു. എന്താ നാട്ടുകാർ പറയുന്നത്? നാട്ടുകാരെന്താ, ആന അവർ ആട്ടി കയറ്റും മല്ലയുടെ മോളിക്ക്, വീണ്ടും വൈകുന്നേരം ആകുമ്പോ ഇറങ്ങി വരും. 7:30 മണിയാവത്തല്ലേ ഉള്ളൂ സമയം. ഈ ആന സ്ഥിരമായി അവിടെ ഉള്ള ആനയാണോ? അതെ അതെ അതെ. ശല്യക്കാരനോ ആണല്ലേ? അതെ. എന്താണ് ഉപദ്രവമൊക്കെ ഉണ്ടോ ആളുകളെ? ഉണ്ടല്ലോ, ഇപ്പോൾ ഉപദ്രവം. കൃഷിയും വിളഞ്ഞ് കൊയ്യാറായ നെല്ലുകളല്ലേ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അത് ശരി. അപ്പോൾ ഈ തൊട്ടടുത്ത വാർഡാണ്, അവിടെ ജനങ്ങളൊക്കെ ഭീതിയിലായിരുന്നു. ഇപ്പോൾ ഒരു മരണവും സംഭവിച്ചിരിക്കുന്നു. അവിടെ ഹർത്താലൊക്കെ പുരോഗമിക്കുകയാണല്ലേ? അതെ അതെ ഉണ്ട്. CPM-ന്റെ. മറ്റ് ആളുകളൊക്കെ വല്ലാത്ത രോഷത്തിലുമായിരിക്കും. അതെ, ഇന്നിപ്പോ എന്താണ് അറിയില്ല. ശ്രീമതി ശ്യാമളകുമാരിയാണ് അവിടുത്തെ തൊട്ടടുത്തുള്ള വാർഡിലെ മെമ്പർ കൂടിയാണ്. മുണ്ടൂർ പഞ്ചായത്താണ്. അവിടെയാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ജനങ്ങൾ വലിയ രോഷത്തിലാണ്. വലിയ പ്രതിഷേധം അവിടെ പുരോഗമിക്കുന്നുണ്ട്. BJP-യും CPM-ഉം അവിടെ പ്രതിഷേധിക്കുന്നുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്താണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം. മറ്റ് CPM ഭരിക്കുന്ന പഞ്ചായത്താണ്. പക്ഷേ അവിടെ വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നാണ് അനാസ്ഥ ഉണ്ടായത് എന്നാണ് ഇപ്പോൾ അവരുടെ ഒരു പരാതി എന്നും മനസ്സിലാകുന്നുണ്ട്. ഏതായാലും ദാരുണമായ ഒരു സംഭവമാണ്. ഒരു ചെറുപ്പക്കാരനാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ആ ചെറുപ്പക്കാരൻ്റെ അമ്മയ്ക്ക് കാര്യമായ പരിക്കും സംഭവിച്ചിരിക്കുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഏതായാലും ഇത്തരം സംഭവങ്ങൾ നമ്മുടെ അതിർത്തി ഗ്രാമങ്ങളിൽ വ്യാപിക്കുന്ന പശ്ചാത്തലമുണ്ട്. ഷംന, അവിടെ ഇപ്പോൾ ശ്യാമളകുമാരി പറഞ്ഞതനുസരിച്ച് സ്ഥിരമായി അവിടെ ഉള്ള ഒരു ആനയാണ്. നിരവധി പരാതികൾ ഉണ്ടായിരുന്നു നാട്ടുകാരുടെ ഭാഗത്തു നിന്നും മറ്റും. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. സ്ഥിരമായി നമ്മൾ ഒരുപാട് പരാതികളും പാലക്കാട്, ഇടുക്കി മേഖലകളിലൊക്കെ എത്രയോ ആക്രമണങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ ആനയെ സംബന്ധിച്ച് പരാതി ഉണ്ടായാൽ പോലും നടപടികൾക്ക് ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം, അല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, കാരണം ഈ വർഷം ഇതുവരെ 12 പേരാണ് ഈ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇത്തരത്തിൽ പല മേഖലയിലും നാട്ടുകാർ നേരത്തെ തന്നെ പരാതി നൽകിയിട്ടും, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇടുക്കിയിലൊക്കെ ഇത്തരത്തിൽ കാട്ടാന ആക്രമണം രൂക്ഷമായ സമയത്തൊക്കെ പലതവണ പരാതി നൽകിയിട്ടും അത് വനം വകുപ്പോ മറ്റ് അധികൃതരോ കാര്യമായി ഗൗനിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു നിർദ്ദേശമോ മുന്നറിയിപ്പോ നൽകാത്തത് കൊണ്ടാണ് ഈ കൊലപാതകങ്ങളൊക്കെ സംഭവിച്ചത്, കാട്ടാന ആക്രമണങ്ങൾ സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ ഈ നാട്ടുകാരുടെ ആരോപണം. എന്തായാലും MLA M പ്രഭാകരൻ ഇന്നലെ തന്നെ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരുന്നു. ഇത് വനം മന്ത്രിയെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയെയും നേരിട്ട് അറിയിക്കും, ഈ വിഷയത്തിൽ ഒരു അടിയന്തര നടപടി ഉണ്ടാക്കുമെന്ന് ഉറപ്പ് തന്നിരുന്നു MLA. എന്തായാലും ഇപ്പോൾ ഈ പ്രതിഷേധം കനക്കുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. ഏതായാലും പ്രതിഷേധം വ്യാപകമായി തന്നെ അവിടെ പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. CPM-ന്റെ ഹർത്താലുണ്ട്, BJP-യുടെ പ്രതിഷേധമുണ്ട്. ഒപ്പം മറ്റ് ജനങ്ങളും വല്ലാത്ത രോഷത്തിലാണ്. ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതമാണ് കാട്ടാന ആക്രമണത്തിൽ മുണ്ടൂരിൽ നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സംഭവം. നമുക്ക് മറ്റു വാർത്തയിലേക്ക് പോകണം. അത് കൊല്ലത്ത് മഞ്ഞിപ്പുഴ, അത് ശ്രീ ഭഗവതി ഭദ്രകാളി ക്ഷേത്രമാണ്. അവിടെ ഉത്സവം നടന്നപ്പോൾ ഗാനമേളയിൽ RSS ഗണഗീതം പാടിയ സംഭവത്തിൽ ദേവസ്വം ബോർഡ് അന്വേഷണം നടത്തും. ഗണഗീതം പാടിയതിലും ക്ഷേത്ര പരിസരത്ത് RSSന്റെ കൊടിതോരണങ്ങൾ കെട്ടിയതിനും പോലീസിൽ പരാതി ലഭിച്ചിട്ടുണ്ട്. സംഭവത്തിൽ കർശന നടപടി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തിയിരുന്നു. വിനീഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. വിനീഷ്, നേരത്തെയും കൊല്ലത്ത് നമുക്കറിയാം കടക്കൽ ദേവീക്ഷേത്രത്തിൽ CPM-മായി ബന്ധപ്പെട്ടായിരുന്നു ആക്ഷേപം. ഇപ്പോൾ
RSSന്റെ ഗണഗീതവും പാടിയ പശ്ചാത്തലം ഒരുങ്ങുകയാണ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത് പരാതി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണോ? തീർച്ചയായും രാജ്യത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ കോട്ടുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവ ദിവസം നടന്ന സംഗീത പരിപാടിയിലാണ് നമ്മളിപ്പോൾ കേട്ടായി RSS ഗണഗീതം പാടിയതായി ഉള്ളൊരു പരാതി ഉയർന്നിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പരാതികളാണ് രഞ്ജിത്ത് കടക്കൽ പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതിങ്ങനെയാണ്: ക്ഷേത്ര പരിസരത്ത് ബജ്രംഗദൾ RSS കൊടിതോരണങ്ങൾ കെട്ടിയിരുന്നു, ഇത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ആദ്യ പരാതി പോലീസിന് ലഭിക്കുന്നത്. മഞ്ഞിപ്പുഴ ദേവസ്വം ക്ഷേത്രോപദേശക സമിതി വൈസ് പ്രസിഡന്റും ഇട്ടുവയിലെ CPM നേതാവുമായ അഖിൽ ശശിയാണ് കടക്കൽ പോലീസിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ ആദ്യം പരാതി നൽകിയത്. ക്ഷേത്രത്തിന്റെ കെട്ടിടത്തിലും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലുമായിട്ട് കൊടിതോരണങ്ങൾ കെട്ടിയെന്ന് ഇയാളുടെ പരാതിയിൽ പറയുന്നുണ്ട്. ഈ പരാതിയിൽ പോലീസ് ക്ഷേത്രോപദേശക സമിതിക്ക് നോട്ടീസ് നൽകുകയൊക്കെ ചെയ്ത സംഭവം ഉണ്ടായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് രഞ്ജിത്ത് മറ്റൊരു വിവാദവും കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ക്ഷേത്രത്തിൽ അവതരിപ്പിച്ച ഗാനമേളയിൽ RSSന്റെ ജനഗീതം പാടിയതായി ചൂണ്ടിക്കാട്ടിയാണ് മറ്റൊരു പരാതി നൽകിയത്. കോട്ടുകൽ സ്വദേശിയായ പ്രതിനാണ് കടക്കൽ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് ഇയാൾ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. എന്നാൽ ആളുകളുടെ നിർദ്ദേശപ്രകാരമാണ് ജനഗീതം ആലപിച്ചതെന്നാണ് ഗാനമേള അവതരിപ്പിച്ചവർ പറയുന്നത്. കോട്ടുകലെ ടീം ഛത്രപതി എന്ന സംഘമായിരുന്നു ഗാനമേള സ്പോൺസർ ചെയ്തത്. ഇവർ നേരത്തെ തന്നെ ഈ പാട്ട് പാടണമെന്ന് നിർദ്ദേശിച്ചിരുന്നതായിട്ടാണ് ഗാനമേളക്കാർ പറയുന്നത്. നാഗർകോവിൽ ബാൻഡ് എന്നറിയപ്പെടുന്ന നാഗർകോവിൽ ബേറ്റ്സ് എന്നറിയപ്പെടുന്ന ഒരു ഗാനമേള ട്രൂപ്പായിരുന്നു ഈ പരിപാടി അവതരിപ്പിച്ചത്. നമുക്കറിയാം, രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കടക്കൽ ദേവി ക്ഷേത്രത്തിലെ കടക്കൽ തിരുവാതിര ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ സംഗീത പരിപാടിയിലും വിപ്ലവഗാനം പാടിയത് ഏറെ വിവാദമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സംഭവത്തിൽ ക്ഷേത്രോപദേശക സമിതി പിരിച്ചുവിടുന്ന സംഭവമൊക്കെ വാർത്തയായ ഒരു സാഹചര്യമായിരുന്നു. തുടർന്ന് കടക്കൽ പോലീസ് ഗായകൻ അലോഷിയെ ഉൾപ്പെടുത്തി അലോഷിക്ക് 1-ാം പ്രതിയാക്കിക്കൊണ്ട് തന്നെ കേസെടുത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് അതേ പോലീസ് സ്റ്റേഷനിൽ തന്നെ സമാനമായ മറ്റൊരു പരാതിയും കൂടി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സംഭവം വിവാദമായതോടുകൂടി പ്രതിപക്ഷ നേതാവ് ED സതീശൻ അടക്കം രംഗത്തെത്തിയ ഒരു സാഹചര്യമാണ് രഞ്ജിത്ത് ഇപ്പോൾ ഉള്ളത്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും നേരത്തെ കടക്കൽ ക്ഷേത്രത്തിലെ വിവാദം, അതിൽ ഹൈക്കോടതി വരെ ഇടപെട്ട പശ്ചാത്തലമുണ്ടായിരുന്നു. ഇതായിപ്പോൾ ഉത്സവത്തിൽ ഗണഗീതം പാടുകയാണ്. RSSുമായി ബന്ധപ്പെട്ട പങ്കാളിത്തം ഇതിൽ അന്വേഷിക്കുന്നുണ്ട്. പോലീസിലടക്കം പരാതിയുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദേവസ്വം ബോർഡും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തും. വിനീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇനിയിപ്പോൾ പൂരാഘോഷങ്ങളുടെ കാലമാണ്. നമുക്കറിയാം, പൂരം അത് വല്ലാത്ത വികാരമാണ് പൂരപ്രേമികൾക്ക്. പൂരാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് വടക്കേ മലബാറിലെ ക്ഷേത്രങ്ങളും ദേവസ്ഥാനങ്ങളും. ഗ്രാമവിശുദ്ധിയും പാരമ്പര്യ ചടങ്ങുകളും കൊണ്ട് സമ്പന്നമായ പൂരാഘോഷത്തിൻ്റെ ഭാഗമായുള്ള പൂവിടൽ ചടങ്ങും പൂരക്കളിയും തുടങ്ങി. ശിവകോപത്താൽ ചാമ്പലായ കാമദേവന്റെ പുനർജനിക്കാനുള്ള ആരാധനയാണ് വടക്കൻ മണ്ണിലെ പൂരോത്സവം. മീനമാസത്തിലെ കാർത്തിക നക്ഷത്രം മുതൽ പൂരനാൾ വരെയുള്ള 9 ദിവസങ്ങളിൽ ബാലികമാരുടെ പൂവിടൽ ചടങ്ങും പൂരക്കളിയും ക്ഷേത്രങ്ങളിലും തറവാടുകളിലും പ്രധാനമാണ്. പന്തലിൽ പൊന്നുവയ്ക്കൽ ചടങ്ങോടെ പൂരക്കളി തുടങ്ങുന്നു. നാരായണ സ്തുതികളോടെ ശ്രീകൃഷ്ണന്റെ ബാലലീലകളും രാമായണവും പാടി കളിക്കുന്നു. ചെമ്പകപ്പൂവ്, നരയൻപൂവ്, ക്ലീനിപ്പൂവ്, എരിക്കിൻപൂവ് എന്നിവയാണ് പൂവിടൽ ചടങ്ങിനായി ഉപയോഗിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളിലും പ്രണയം എന്ന് പറയുന്ന ഒരു വികാരം തന്നെ ഇല്ലാതാവുകയും ചെയ്യുകയും ലോകത്തിൻ്റെ സന്തുലിതാവസ്ഥ തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരികയും ചെയ്തു. അതേ തുടർന്ന് ദേവകളും രതീദേവിയും ഒക്കെ ശിവൻ്റെ അടുത്ത് ചെന്ന് സഹായം ചോദിച്ചതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം തന്നെ അതിനൊരു ശാപമുക്തിയും കൊടുത്തു. അതായത് കാമനില്ലാത്തൊരു കാലത്ത് നിന്ന് എങ്ങനെ കരകയറാം എന്ന് പറയുകയാണ്. അങ്ങനെ കാമനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് 18 അപ്സരസുകളും മറ്റ് സ്ത്രീകളും ഒക്കെ ചേർന്നുകൊണ്ട് ആടിക്കളിച്ചിട്ടുള്ള ഒരു കളിയാണ് പൂരക്കളി എന്ന് പറയുന്നത്. സമാപന ദിവസം വീടുകളിൽ പൂക്കൾ കൊണ്ട് കാമരൂപം തീർക്കും. വിഗ്രഹങ്ങളും തിരുവായുധങ്ങളും കുളങ്ങളിൽ ആറാടിക്കുന്ന പൂരംകുളി ചടങ്ങോടെയാണ് സമാപനം. ന്യൂസ് 18 കാസർഗോഡ്. വിഷുക്കാലമാണ്. നമുക്കറിയാം, ഈ മാസം 14-ാം തീയതി വിഷു. അതിനുള്ള ആഘോഷത്തിലാണ് മലയാളികളൊക്കെ. നമുക്ക് പല സ്ഥലങ്ങളിലും, സംസ്ഥാനത്തിൻ്റെ പല സ്ഥലങ്ങളിലും വ്യത്യസ്തമായ വിഷു കാഴ്ചകൾ നമുക്ക് കാണാം. ഇനിയിപ്പോൾ ഓരോ ദിവസങ്ങളിലും വിഷുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കും. കാസർഗോട്ടേക്ക് ഒന്ന് പോയാൽ അവിടെ
കണിച്ചട്ടി, അതായത് കണിച്ചട്ടി എന്നുള്ളത് അവിടുത്തെ വളരെ പ്രത്യേകമായ ഒന്നാണ്. ഈ കണിച്ചട്ടി നിർമ്മാണത്തിൻ്റെ തിരക്കിലാണ് കാസർഗോഡ് എരിക്കുളം ഗ്രാമം. 40,000-ഓളം കണിക്കലങ്ങളാണ് ഇത്തവണ എരിക്കുളത്തുണ്ടാക്കുന്നത്. എന്താണ് കണിക്കലങ്ങളെന്നും അതിൻ്റെ വിശേഷങ്ങളിലേക്കും പോകാം. മടിക്കൈ എരിക്കുളത്തെ മൺപാത്ര നിർമ്മാണത്തിന് 400 വർഷത്തിലേറെ പഴക്കമുണ്ട്. വിഷു അടുത്തതോടെ ഇവിടുത്തെ ഓരോ വീടുകളും കണിക്കലങ്ങൾ നിർമ്മിക്കുന്ന തിരക്കിലാണ്. 300 മുതൽ 400 വരെ കലങ്ങളാണ് വിഷു ലക്ഷ്യമാക്കി ഓരോ വീടുകളിലും ഉണ്ടാക്കുന്നത്. ഇതിന്റെ ഒരുക്കങ്ങൾ 2 മാസം മുമ്പേ തന്നെ ആരംഭിച്ചിരുന്നു. എരിക്കുളം വയലിൽ നിന്ന് ശേഖരിക്കുന്ന കളിമൺ ഉപയോഗിച്ചാണ് കണിച്ചട്ടിയും മറ്റ് മൺപാത്രങ്ങളും നിർമ്മിക്കുന്നത്. വിവിധ വലുപ്പത്തിലുള്ള കണിച്ചട്ടികൾ വീട്ടുമുറ്റങ്ങളിൽ നിരത്തിവെച്ചത് കാണാം. വെയിൽ കൊള്ളിച്ച് ഉണക്കിയെടുക്കുന്ന ഇവ പിന്നീട് കനലിൽ വെച്ച് ചൂടാക്കിയെടുക്കുന്നതോടെയാണ് വിൽപ്പനയ്ക്കായി തയ്യാറാകുന്നത്. 1.5 മാസമായി ഞങ്ങൾ ഈ കണിക്കലം നിർമ്മിച്ചു തുടങ്ങിയിട്ട് വിപണി കണ്ടെത്താനുള്ള പരിപാടിയിലാണ്. കിട്ടുന്നതിൽ പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ ഒരു വീടുകളിൽ പോയി കഴിഞ്ഞാൽ 200 രൂപ കിട്ടും, ചെറുതായാലും വലുതായാലും. അങ്ങനെ ആ ഒരു രീതിയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 300-400 കണിച്ചട്ടി ഇപ്പം നിർമ്മിച്ചിട്ടുണ്ട്. ചിലവാകുന്നില്ല പ്രതീക്ഷയാണെന്നില്ലത്. ഒരു ദിവസം 30 ഉണ്ടാക്കും, 30 കണിച്ചട്ടി ഉണ്ടാക്കും. ഞാൻ ഈ 10-15 വർഷം 20 വർഷമായി. കണിക്കലങ്ങൾ തലച്ചുമടായി വീടുകളിലേക്ക് കൊണ്ടുപോയി വിൽപ്പന നടത്തുന്നതാണ് പതിവ്. ഇപ്പോൾ കടകളിലേക്കും മൺകലങ്ങൾ നൽകി വരുന്നുണ്ട്. 120ഓളം വീടുകൾ പാരമ്പര്യം കൈവിടാതെ ഇവ ഉണ്ടാക്കുന്നതിൽ സജീവമാണ്. ന്യൂസ് 18 കാസർഗോഡ്. ഈ കോന്നി ആനക്കൂട് നമുക്കറിയാം വളരെ പ്രശസ്തമാണ്. അവിടെ ഒരുപാട് ആനകൾ കൗതുക കാഴ്ചകളായി അവിടെ എത്തുന്നവർക്ക് മുന്നിൽ എത്താറുണ്ട്. നേരത്തെ കോന്നി സുരേന്ദ്രൻ എന്ന കൊമ്പൻ അതവിടെ വല്ലാതെ ഒരുപാട് ആരാധകരെ സൃഷ്ടിച്ച ഒരു ആനയാണ്. കോന്നി സുരേന്ദ്രനെ നെഞ്ചിലേറ്റിയ ആനപ്രേമികൾ ഇന്ന് കൊച്ചയ്യപ്പൻ എന്ന കുട്ടി ആനയുടെ ആരാധകരാണ്. കോന്നി ആനക്കൂട്ടിൽ എത്തുന്ന ആനപ്രേമികളുടെയും വിനോദസഞ്ചാരികളുടെയും മനം കവരുന്നത് ഈ കുട്ടിക്കൊമ്പനാണ്. ആനക്കൂട്ടിലെത്തുന്ന സഞ്ചാരികൾക്ക് സലാം പറഞ്ഞും കുസൃതികൾ കാട്ടിയുമാണ് കൊച്ചയ്യപ്പൻ ആനപ്രേമികളുടെ താരമാകുന്നത്. പെട്രോളിങ്ങിന് പോയ വനപാലകരാണ് കൂട്ടം തെറ്റിയ കുട്ടിയാനയെ വനമേഖലയിൽ കണ്ടെത്തുന്നത്. കുട്ടിയാനയെ തിരികെ കാട്ടിലയക്കാൻ വനപാലകർ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. അങ്ങനെയാണ് സഹ്യന്റെ പുത്രൻ നാടിന്റെ ദത്തുപുത്രനാകുന്നത്. ശബരിമല കാടുകളിൽ നിന്ന് കിട്ടിയ ആനക്കുട്ടിയായതിനാൽ വനപാലകർ അവന് കൊച്ചയ്യപ്പൻ എന്ന പേരും നൽകി. കൊച്ചയ്യപ്പൻ എന്ന കോന്നി ആനക്കൂട്ടിലെത്തുന്ന സഞ്ചാരികളുടെ ആകർഷണമാണ്. സഞ്ചാരികളോട് സലാം പറഞ്ഞും കുസൃതികൾ കാട്ടിയും പാപ്പാന്മാരുടെ അനുസരണയുള്ള ശിഷ്യനാണ്. നല്ല ആക്റ്റീവാണ്. ഈശ്വരാനുഗ്രഹം കൊണ്ട് യാതൊരു കുഴപ്പമില്ല. മുന്നോട്ട് നല്ല മിടുക്കനായിട്ട് പോകും. സാധാരണ ഇത് ശബരിമല വനത്തിലെ ആനയാണ്. നമ്മുടെ കോന്നി സുരേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ പോലെ വീറും വാശിയുള്ള ആനക്കുട്ടിയാണ്. അത് നല്ലൊരു കോന്നിയുടെ ഒരു സമ്പത്ത്, വനംവകുപ്പിൻ്റെ ഒരു സമ്പത്തായിട്ട് കോന്നി ആനക്കൂട്ടിൽ ഇങ്ങനെ അവനെ സംരക്ഷിക്കും. പ്രഭാത നടത്തവും ഷവർ ബാത്തുമാണ് കൊച്ചയ്യപ്പന്റെ ഇഷ്ടവിനോദങ്ങൾ. വേനൽക്കാലമായതിനാൽ കൂടുതൽ സമയം ഷവറിന് ചുവട്ടിൽ നിൽക്കും, കുസൃതികൾ കാട്ടും. പിന്നീട് അനുസരണയുള്ള കുട്ടിയെപ്പോലെ തിരികെ മടങ്ങും. കുഞ്ഞു പ്രായത്തിൽ തന്നെ ചെറിയ പരിശീലനങ്ങളും കൊച്ചയ്യപ്പന് പാപ്പാന്മാർ നൽകി തുടങ്ങിയിട്ടുണ്ട്. പ്രായത്തിനനുസരിച്ചുള്ള ഭക്ഷണ ക്രമീകരണങ്ങളുമുണ്ട്. കോന്നി ആനക്കളരിയിൽ പയറ്റിത്തെളിഞ്ഞ ഗജരാജന്മാരായ കോന്നി സുരേന്ദ്രൻ, അയ്യപ്പൻ തുടങ്ങിയ ആനകളെപ്പോലെ കേരളത്തിന്റെ അഭിമാനമാകാൻ തയ്യാറെടുക്കുകയാണ് കൊച്ചയ്യപ്പനും. ന്യൂസ് 18 പത്തനംതിട്ട. ഗതാഗതക്കുരുക്കിൽ വലയുന്ന മുക്കം അഗസ്ത്യമൊഴി അങ്ങാടിയിൽ റോങ് സൈഡ് കയറി ട്രാഫിക് കുരുക്കുണ്ടാക്കിയ ഡ്രൈവർക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ലൈനായി നിൽക്കുന്ന നിരവധി വാഹനങ്ങളെ മറികടന്ന് മുക്കം കോഴിക്കോട് റൂട്ടിൽ ഓടുന്ന തയ്യിൽ ബസ് റോങ് സൈഡിലൂടെ കയറി വന്നത്. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ നാട്ടുകാർ പാടുപെടുന്ന സമയത്തായിരുന്നു ഈ ബസ് ഡ്രൈവറുടെ അമിതാവേശം. ആ വണ്ടി വരുന്ന കാരനൂടെ എന്റെ വണ്ടിയിൽ എങ്ങനെ കയറി പോവാ? ഈ ഒന്ന് ആലോചിക്ക്. ഈ വണ്ടി പോണേ പറയും. ഒക്കങ്ങളെ വണ്ടി ഞങ്ങൾ കയറ്റിലാക്കി വിടണല്ലേ? തോതിൽ ബ്ലോക്ക് ഉണ്ടാക്കി അങ്ങാടി ഉഷാറാക്കി. ഇടുക്കി കട്ടപ്പനയിൽ അവിടെ വലിയ വേനൽ മഴ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമുക്കറിയാം. സംസ്ഥാനത്തുടനീളം വേനൽ മഴയുണ്ട്. കട്ടപ്പനയിലെ കർഷകർക്ക് അത് വലിയ നാശം വിതച്ചിരിക്കുകയാണ്. വൻ കൃഷിനാശമാണ് കട്ടപ്പനയിൽ ഉണ്ടായിരിക്കുന്നത്. 4 പേർ ചേർന്ന് പാട്ടത്തിനെടുത്ത 1.25 ഏക്കർ സ്ഥലത്തെ ഏത്തവാഴ കൃഷി പൂർണ്ണമായും നശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടായത്. കട്ടപ്പന കാഞ്ചിയാർ പള്ളിക്കവലയിലാണ് കഴിഞ്ഞ ദിവസത്തെ ശക്തമായ കാറ്റിലും മഴയിലും വൻ കൃഷിനാശമുണ്ടായത്.
1.25 ഏക്കറിൽ കൃഷി ചെയ്തിരുന്ന 450-ലധികം വാഴകൾ പൂർണ്ണമായി നിലംപതിച്ചു. ജോർജ് കുട്ടി കുരിശിങ്കൽ, മാത്യു ചൂരക്കുഴിയിൽ, സണ്ണി നെല്ലുപടവിൽ, മോനച്ചൻ കാഞ്ഞിരത്തിങ്കൽ എന്നിവർ ചേർന്നാണ് കൃഷി നടത്തിയത്. 1.5 മാസത്തിനുള്ളിൽ വിളവെടുക്കാവുന്ന വാഴകളാണ് നിലംപതിച്ചത്. 2 മാസം കഴിഞ്ഞാൽ വെട്ടേണ്ട വിളകളാണ്, വെട്ടി കൊടുക്കേണ്ടതാണ്. നമ്മുടെ ഒരു വർഷത്തെ പണിയുടെയും ഫലം തീർന്നു. ഇപ്പം നമ്മൾ സാമ്പത്തികമായിട്ടും പ്രതിസന്ധിയിലായി, ഒരു കാര്യങ്ങളും കൈകാര്യം ചെയ്യാനുള്ള മാർഗ്ഗമില്ലാത്ത അവസ്ഥയിലെത്തി. കാരണം ഞങ്ങളുടെ മുടക്ക് മുതൽ മുഴുവൻ ഇതിനകത്ത് കിടക്കുക. 10 രൂപ നമുക്ക് കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ നമുക്ക് വെട്ടേണ്ട സമയം എന്ന് പറഞ്ഞാൽ 2 മാസം മുമ്പ് വെട്ടേണ്ടതാണ്. കൊലയ്ക്കാൻ ഇച്ചിരി താമസിച്ചതുകൊണ്ട്, വെയിലായതുകൊണ്ടേ, കഠിനമായ വെയിലില്ലായിരുന്നു. ആ വെയിൽ കൊണ്ട് കൊല ആകാൻ ഇച്ചിരി താമസിച്ചു. അപ്പം വേനൽക്കൊലയായിട്ടാണ് എല്ലാം വീണ് കിട്ടിയത്. വായ്പ എടുത്ത് കൃഷിയിറക്കി പ്രതീക്ഷയോടെ കാത്തിരുന്ന കർഷകരുടെ എല്ലാ സ്വപ്നങ്ങളും വേനൽ മഴയിൽ തകർന്നുപോയി. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായതോടെ കടം എങ്ങനെ തിരികെ കൊടുക്കുമെന്ന ചിന്തയിലാണ് ഈ കർഷകർ. സർക്കാർ സഹായം ലഭ്യമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. പട്ടാമ്പി മണ്ഡലത്തിൽ എല്ലാവർക്കും ഭൂമിയും വീടും ഉറപ്പാക്കുന്നതിനായി പട്ടയ അസംബ്ലി സംഘടിപ്പിച്ചു. പട്ടയം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിൽ സ്വീകരിക്കുന്നതിനും പട്ടയം അസംബ്ലിയിൽ തീരുമാനമായി. മണ്ഡലത്തിലെ എല്ലാവർക്കും ഭൂമിയും വീടും അർഹതയുള്ളവർക്ക് പട്ടയവും ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് മുന്നോടിയായാണ് പട്ടാമ്പി നിയോജക മണ്ഡലം തല പട്ടയ അസംബ്ലി ചേർന്നത്. പട്ടാമ്പി കോളേജിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പട്ടയ അസംബ്ലി മുഹമ്മദ് മൂസിൻ MLA ഉദ്ഘാടനം ചെയ്തു. സ്വന്തമായി ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയും വീടില്ലാത്തവർക്ക് വീടും നൽകുക എന്ന സർക്കാർ ലക്ഷ്യത്തിന്റെ ഭാഗമായി നിയോജക മണ്ഡലത്തിലെ എല്ലാവർക്കും സ്വന്തമായി ഭൂമിയും വീടും ഉറപ്പാക്കുമെന്ന് മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. ഓരോ വാർഡിലെയും പട്ടയം ലഭിക്കാൻ അർഹതയുള്ളവരുടെ വിവരം ശേഖരിക്കുന്നതിനും അവർക്ക് പട്ടയം ലഭിക്കുന്നതിനുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി നടപടികൾ എത്രയും വേഗത്തിൽ അസംബ്ലിയിൽ തീരുമാനമായി. മുനിസിപ്പൽ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, സെക്രട്ടറിമാർ, വില്ലേജ് ഓഫീസർമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 18 പട്ടാമ്പി. രാവിലെ തുടരും. നമുക്ക് മറ്റ് വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുൻപ് ഒരു ചെറിയ ഇടവേള.